നിലവിലെ ചാമ്പ്യന്മാരാണ് ആർ.സി.ബി. കാത്തിരുന്ന് കഴിഞ്ഞ തവണ അവർ ആ കിരീടത്തിൽ മുത്തമിട്ടു. ആർ.സി.ബിയുടെ ഓൾ ടൈം ബെസ്റ്റ് 11 നമ്മൾ ഒന്ന് പിക്ക് ചെയ്താൽ എങ്ങനെയുണ്ടാവും? നിങ്ങൾക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അതേസമയം ദിനേഷ് കാർത്തിക് അദ്ദേഹത്തിൻ്റെ ഒരു ഓൾ ടൈം 11 ആർ.സി.ബി ഓൾ ടൈം 11 പിക്ക് ചെയ്തിട്ടുണ്ട്. അതിലാരൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് ക്രിസ് ഗെയിലാണ്. എന്താ സംശയം? വെടിക്കെട്ട് പ്രകടനങ്ങൾ കൊണ്ട് ആർ.സി.ബി ആരാധകരുടെ ഹൃദയത്തിൽ ചേക്കേറിയ യൂണിവേഴ്സ് ബോസ് ക്രിസ് ഗെയിൽ. ഒപ്പം ഫാഫ് ഡു പ്ലസി. ഒരുപാട് കാലമൊന്നും അദ്ദേഹം അവിടെ കളിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ ഇതാ ദിനേഷ് കാർത്തിക് പിക്ക് ചെയ്യുന്നു. സോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ക്രിസ് ഗെയിലും ഫാഫ് ഡു പ്ലസിയും. നമ്പർ 3 വിരാട് കോഹ്ലി, കിങ് കോഹ്ലി ഇല്ലാതെ എന്താ ആർ.സി.ബി. ദെൻ രജത് പട്ടിദാർ. രജത് പട്ടിദാറിനെയാണ് ക്യാപ്റ്റനാക്കുന്നത്. അതിപ്പം ആർ.സി.ബിയുടെ ചരിത്രത്തിലെ ഒരേ ഒരു ട്രോഫി വിന്നിംഗ്, ടൈറ്റിൽ വിന്നിംഗ് ക്യാപ്റ്റനാണ്. അപ്പോൾ അദ്ദേഹം തന്നെ എടുക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കണം. ദെൻ എ.ബി.ഡി. ഓഹ്! ഇതിൽ ഒരു തർക്കം ആർക്കും ഉണ്ടാവില്ല. എ.ബി.ഡി ഉൾപ്പെടുത്താതെ എന്ത് ആർ.സി.ബി ഓൾ ടൈം 11. ദെൻ ജിതേഷ് ശർമ്മ, വിക്കറ്റ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മയാണ്. അതിനുശേഷം കൃണാൽ പാണ്ഡ്യ. പിന്നെ ഹർഷൽ പട്ടേൽ, ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ ഹർഷൽ പട്ടേലിനെ പിക്ക് ചെയ്യുന്നു. ഹർഷൽ പട്ടേൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രകടനം ഐ.പി.എൽ നടത്തിയിട്ടുള്ളത് ആർ.സി.ബിയുടെ ജേഴ്സിയിലാണെന്ന് പറയേണ്ടി വരും. ദെൻ മുഹമ്മദ് സിറാജ് ഇല്ലാതെ എന്താ ആർ.സി.ബി എന്ന് ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്നു. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പോയി. എന്തായാലും സിറാജ് ഉൾപ്പെടുന്നു. ദെൻ യശ്വേന്ദ്ര ചാഹൽ ആർ.സി.ബിയിൽ കളിച്ചൊരു കളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഓൾ ടൈം 11 ഉൾപ്പെടുത്തുന്നു. ഒപ്പം ജോഷ് ഹെയ്സൽവുഡ് സ്റ്റിൽ ടീമിലുള്ള ആളാണ്. ഇത്തവണ ഇനി പരിക്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മത്സരങ്ങൾ മിസ്സാകുമോ എന്ന് മാത്രമാണ് ആശങ്ക. കഴിഞ്ഞ തവണ കിരീടം ചൂടുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതാണ് ബെസ്റ്റ് 11 ആയിട്ട് ദിനേഷ് കാർത്തിക് പിക്ക് ചെയ്തിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം ഇമ്പാക്റ്റ് ഓപ്ഷൻസ് ആയിട്ട് ദേവദത്ത് പടിക്കലിനെയും ഭുവനേശ്വർ കുമാറിനെയും ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഇതിനോട് യോജിപ്പുണ്ടോ, വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തൂ.